ഹായ് ഗൈസ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഹാലോവിൻ ഡേ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ ടാനിക്ക് ഞങ്ങൾ കോസ്റ്റ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. ടാനിയുടെ ആദ്യത്തെ ആണ് കേട്ടോ ഇങ്ങനെ ഹാലോവിന് പുറത്ത് പോകുന്നത്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളൊരു ഈവനിങ് നൈറ്റൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് കുട്ടികളൊക്കെ ഇങ്ങനെ പുറത്ത് ഇറങ്ങി നടക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇവിടെ നമുക്ക് ഏത് തരം കോസ്റ്റ്യൂമും ഇട്ടിട്ട് നമുക്ക് പുറത്തിറങ്ങി നടക്കാം കേട്ടോ. ഈ ഗോസ്റ്റിൻ്റെയും അങ്ങനെ കുറേ ആയിട്ട് എല്ലാവരും പുറത്തിറങ്ങി നടക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞങ്ങളിതുവരെ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല. പക്ഷേ ടാനിന് ഇന്ന് ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഫാൾസിൽ പോയിട്ട് കോസ്റ്റ്യൂമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയ വീഡിയോ ഇവിടെ ആഡ് ചെയ്യാം. ഞങ്ങൾ ഇതിൻ്റെ തലേ ദിവസം പോയി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത്. ഇവിടെ ഫാൾസ് ലൈൻ എൻ്റെ ഒരു സ്റ്റോറിൽ പോയതായിരുന്നു. നമ്മൾ ഹാലോവിൻ വലിയ അങ്ങനെ ഒരു സെലിബ്രേഷൻ ആക്കാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഇത്രയും വർഷമായിട്ട്. നമ്മൾ ടാനിക്ക് പിന്നെ ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട്, ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ അവനെയും കൂട്ടിയിട്ട് ജസ്റ്റ് ഒരു അവനെ ഒരു എക്സ്പ്ലോർ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ കോസ്റ്റ്യൂമൊക്കെ നോക്കാൻ വന്നിട്ടോ. അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഇവിടെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇവന് ഫസ്റ്റ് ഹാലോവിനിക്ക് എന്ന് പറഞ്ഞാൽ അവന് 10 month ഉള്ളപ്പോൾ എങ്ങാനുമാണ് ഞാനൊരു കോസ്റ്റ്യൂം വാങ്ങിച്ചിരുന്നത്. അതൊരു പൂച്ച ഡ്രസ്സായിരുന്നു കേട്ടോ. സ്റ്റിൽ അവൻ ആ ഡ്രസ്സ് ഇട്ടിട്ട് വീട്ടിൽ ഇങ്ങനെ നടക്കും. അപ്പോൾ എനിക്ക് തോന്നിയിട്ട് അവനതൊരു ഭയങ്കര സർപ്രൈസ് ആയിരിക്കും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട്. അവന് വീട്ടിലേതായാലും ഇതിട്ട് നടക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ അവനിഷ്ടം ഇങ്ങനെ സ്പൈഡർമാൻ അങ്ങനത്തെ സംഭവം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വെറൈറ്റി പിടിക്കാം. അപ്പോൾ ഇവിടെ കുറേ ഐറ്റംസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒരുപാട് കാണുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്റ്റോറ് കംപ്ലീറ്റ് ഹാലോവിൻ്റെ ഐറ്റംസ് മാത്രം വരുന്നൊരു സ്റ്റോറാണ് കേട്ടോ. ടാനി അതിൻ്റെ ഇടയിൽ പോയിട്ട് കുറേ ടോയ്സ് നോക്കണമൊക്കെ ഉണ്ട്. അപ്പോഴാണ് എൻ്റെ കണ്ണിൽ ഈ ഡ്രസ്സ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ഇതന്നെ ഫിക്സ് ചെയ്തു കേട്ടോ. നമ്മൾ അത്യാവശ്യം എല്ലാം ഒന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമായത് ഇതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇതന്നെ ഫിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ ഇതാണ് എടുത്തത്. ജസ്റ്റ് ഞങ്ങൾ ഈ ഒരു കോസ്റ്റ്യൂം മാത്രം നോക്കാൻ വേണ്ടി വന്നായിരുന്നു കേട്ടോ. പിന്നെ നമ്മളിന്ന് ഒരു ഷോപ്പിങ്ങും കൂടി ഉണ്ട് കേട്ടോ. ഉമ്മ നാട്ടിൽ പോവുകയാണ്. അപ്പോൾ ഉമ്മക്ക് നാട്ടിൽ പോകാനുള്ള സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് ഇവിടെ കോസ്കോ പോയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചു. ചോക്ലേറ്റ്സും അങ്ങനെ എന്തെങ്കിലുമൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ക്ലിപ്പ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. സെമി രണ്ടുപേരെയും കൈ പിടിച്ച് നടക്കുന്ന. അപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് വേഗം ആ ക്ലിപ്പ് എടുത്താണ് കേട്ടോ. നമ്മളെന്തായാലും കോസ്കോയിൽ അങ്ങനെ എല്ലാവരും കൂട്ടി ഒരുമിച്ച് ഇങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ വരാറുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ഈ ഒരു കുക്കി നമ്മളൊരു തവണ വാങ്ങിച്ചിട്ടുണ്ടോ, നല്ല കുക്കിയാണ്. പിന്നെ ഈ ഒരു സാധനം നമ്മൾ കാഷ്യൂ നട്ട്സൊക്കെ വെച്ചിട്ട് നമ്മളെ നാട്ടിലെ കടലമുട്ടായി ഇല്ലേ, അതിൻ്റെ വേറൊരു ഫ്ലേവറാണ്. പക്ഷേ എനിക്ക് കടലമുട്ടായിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിട്ടുന്ന ദുബായ് ചോക്ലേറ്റ് പോലത്തെ ഒരു സംഭവമായിട്ടത്. പക്ഷേ നമ്മൾ കുനാഫ ടൈപ്പല്ല, ഉള്ളിൽ പിസ്താഷ്യൂ വരുന്ന ടൈപ്പാട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയതല്ല, ജസ്റ്റ് ടാനിക്ക് ഈ കോസ്റ്റ്യൂം നോക്കാൻ ഇറങ്ങിയപ്പോൾ ഉമ്മാനെയും കൂട്ടിയിട്ട് ഇങ്ങനെ ജസ്റ്റ് ചോക്ലേറ്റ്സും ഇതൊക്കെ നോക്കാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വന്നത്. പിന്നെ നമ്മൾ വീട്ടിലോട്ടുള്ള സാധനങ്ങളും തീർന്നിട്ടുണ്ടായിരുന്നു. വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ്, വെളിച്ചെണ്ണ, ഗീ, അതൊക്കെ ഞങ്ങളിവിടെ കോസ്കോന്നാട്ടോ വാങ്ങിക്കാറ്. Really? Thank you. You're welcome. Yeah. കണ്ടാ എങ്ങനെയുണ്ട്? സൂപ്പറാണോ ടാനി? യമ്മിയാണോ? ചിപ്സാ? ഓ ഇതാണ് അതില്ല, ഷ്രിമ്പിൻ്റെ ആ വരുന്നല്ല, ചെമ്മീനിൻ്റെ ചിപ്സ് കഴിച്ചോക്കി. ചെമ്മീൻ്റെ ഇതെന്തോ വാനില. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഉമ്മ കുറച്ച് നാൾ നിൽക്കാൻ വേണ്ടിയിട്ട് വന്നായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ തണുപ്പൊക്കെ കുറച്ച് കൂടുതലായതുകൊണ്ട് ഉമ്മക്ക് നാട്ടിൽ തന്നെ പോകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഉമ്മ നാട്ടിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങാൻ പോകുന്നത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോട്ടാട്ടോ. സെൻറ്റ് കാതറിൻസ് ആണ് അവർ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുട്ടികൾ, അവരെ ഫ്രണ്ട്സിൻ്റെ മക്കളുണ്ട്, അവരെല്ലാവരും കൂട്ടിയാണ്ട് നമ്മൾ ഒരു ഇതൊക്കെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുട്ടികളെ ജസ്റ്റ് ഇങ്ങനെ പുറത്തിറക്കി നടക്കാനുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇവിടെ രാത്രി ആകുമ്പോൾ നമ്മൾ വീടിൻ്റെ പുറത്ത് ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇവർ കുട്ടികളെല്ലാവരും ഇതുപോലത്തെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് എല്ലാവരും വരും കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ്സ്, മിഠായിയൊക്കെ വെച്ചിട്ട് നമ്മൾ പുറത്ത് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അവരപ്പോൾ മിഠായിയൊക്കെ എടുത്ത് പോവും. ഇനി നമുക്കങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ
പുറത്തത്തെ ലൈറ്റ് ഓഫ് ചെയ്തിടണം കേട്ടോ. അപ്പം ഞങ്ങൾ ഈ വീട് എടുത്തിട്ട് ഫസ്റ്റത്തെ ഹാലോവിന് ഞങ്ങൾ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ഹാലോവിന് ഞങ്ങൾ നാട്ടിലായിരുന്നു. അപ്പോൾ ടാനിക്ക് ഇന്ന് ഫസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. പുറത്തിങ്ങനെ പോയിട്ടും ഒക്കെ അവന് ഇഷ്ടമായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവൻ എന്തായാലും ഉറങ്ങുകയാണ്. അവന് ഞാൻ കോസ്റ്റ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ടാനിയുടെ കോസ്റ്റ്യൂം. പംകിൻ ഡ്രസ്സാണ് വാങ്ങിച്ചത്. അവന് ഇങ്ങനെ കുറേ ടൈപ്പ് ഞങ്ങൾ കണ്ടു കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കര ക്യൂട്ടായിട്ടുള്ളതുകൊണ്ടും കുറച്ച് വലിയ ആളുകൾക്കാണ് ഈ ഗോസ്റ്റ് അങ്ങനത്തെ കുറച്ച് പേടിപ്പിക്കുന്ന തരത്തിലുള്ളത്. കുഞ്ഞു കുട്ടികൾക്കൊക്കെ അധികം ഇങ്ങനത്തെ ഡ്രസ്സാണ് വരുന്നത്. പിന്നെ നമ്മൾ വിചാരിച്ചു അവന് ഇത് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനൊരു പംകിൻ ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കേട്ടോ. ഇതിനൊരു തൊപ്പി വരുന്നുണ്ട്. പിന്നെ ഒരു ജസ്റ്റ് കാലിനിടുന്ന ഒരു ഷൂ പോലെ അതുകൊണ്ട് കേട്ടോ. ഇത് വാങ്ങിച്ച് അന്ന് തന്നെ അവന് ഇവിടെ വീട്ടിൽ ഫുള്ള് ഇട്ട് നടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഹാലോവിന് ഇടണം എന്ന് പറഞ്ഞിട്ട് ഞാനിത് എടുത്ത് വെച്ചതായിരുന്നു. അപ്പോൾ ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിൽ പോവുകയാണ്. അപ്പോൾ അവിടെ നിന്ന് ഡ്രസ്സ് മാറ്റിച്ചിട്ടായിരിക്കും നമ്മൾ പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി നമുക്ക് പുറത്ത് പോയിട്ടുള്ള എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. റിമി ജാനിൻ്റെ ജാക്കറ്റ് എടുത്തോ. ഹാപ്പി ഹാലോവിൻ എന്ന് പറഞ്ഞേ. താങ്ക് യു പറഞ്ഞേ. ഹേ ഹായ്. ഇതാണ് കേട്ടോ നമ്മളെ ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ പോവാണ് കേട്ടോ. ഇപ്പോൾ ഇന്ന് നമ്മളൊരു ഫ്രണ്ട് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്ത് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങുള്ളൂ. അപ്പോൾ നമ്മൾ ജസ്റ്റ് നേരത്തെ വന്നതാണ് കേട്ടോ. താങ്ക് യു. ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ഇലകൾ വീണുന്നല്ലോ. ടാനി look. നമ്മൾ ഈവനിങ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിലും നമ്മൾ വന്നിട്ടുള്ള മെയിൻ നമ്മളെ ഫ്രണ്ട് ഇവിടെ നിന്ന് മൂവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യാനും കൂടി വന്നതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുട്ടികളെ കൂട്ടിയിട്ട് ഇരുട്ടിയായി തുടങ്ങിയപ്പോൾ തന്നെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു 8-8:30 മണി വരെ സമയം എല്ലാവരും മിഠായിയൊക്കെ കൊടുക്കുക. ഇവിടെ നേരത്തെ എല്ലാവരും കിടന്നുറങ്ങുമല്ലോ. അപ്പോൾ നമ്മൾ ഏതായാലും ലേറ്റ് ആയിട്ട് നമ്മൾ എന്തായാലും ഇപ്പോൾ ഇറങ്ങിയിട്ട് വേഗം ജസ്റ്റ് ഒരു സ്ട്രീറ്റ് കവർ ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് വരാമെന്ന് കേട്ടോ വിചാരിച്ചേ. മെർമെയ്ഡ് ഒന്ന് കാണിച്ച മെർമെയ്ഡിന്റെ ഡ്രസ്സ്. അടിപൊളിയാണല്ലോ. ഇനി മാരിയോ നിന്നേ നോക്കട്ടെ. Did you know one time we were stuck in an elevator? Really? I went by myself in an elevator to his house all the time if my parents don't want to come. Okay, പുറത്തിറങ്ങിക്കോളൂ. Hey guys, ഒന്ന് ഇങ്ങോട്ട് നോക്കൂ. നിങ്ങളെ കോസ്റ്റ്യൂം ഒക്കെ ഒന്ന് കാണിച്ചേ. ഓ മാരിയോ. ജാക്കറ്റ് ഉണ്ട്, അതെടുക്ക പറഞ്ഞു. കിട്ടിയോ? പൂച്ച കണ്ടിട്ടാണോ അവളെ നോക്കി? അവനെ നോക്കിയല്ല കരയുന്നേ.
അങ്ങോട്ട് നോക്കി മെറി അങ്ങനെ നോക്കിയ കാര്യമില്ല പൂച്ച. പോവാം ഇസു, നമുക്ക് പോവാം. പോയാലോ? ആര് മറന്നു ടാനിയുടെ ജാക്കറ്റ് എടുക്കാൻ? റമി താഴത്തൊക്കെ തരാം. ടാനി എന്താ ചെയ്യുന്നേ? ഓ ഇത് പിടിക്കണോ? ഓക്കെ പിടിച്ചു. സൈക്കിളല്ലേ, നമ്മള് ഹാലോവീന് പോവല്ലേ? ഡാഡന്റെ കൈ പിടിച്ചേ ടാനി. ബക്കറ്റ് എന്റെ കയ്യിലുണ്ട്, ഞാൻ പിടിച്ചോളാം. ടാനി പൊക്കോ. നമ്മൾ ഹൗസ് മൂവ് ചെയ്യാൻ ഇങ്ങനത്തെ വണ്ടി വിളിച്ചിട്ട് ഇതിൽ ഷിഫ്റ്റ് ചെയ്ത് പോകാറ് കേട്ടോ. ചോക്ലേറ്റ്സ് വാങ്ങിക്കാൻ ഇതാ ഇങ്ങനെ ഒരു ബക്കറ്റ് കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല കാറ്റുള്ളതുകൊണ്ടേ കാറ്റിന്റെ തണുപ്പ് നല്ല അടിപൊളി തണുപ്പുണ്ട്. എന്താ ടാനി, കാറ് വരുന്നുണ്ടോ? ഓക്കെ, സൈഡിലൂടെ നടന്നാ മതി കേട്ടോ. ഡാഡന്റെ കൂടെ നടക്കണേ. ഗുഡ് ബോയ് ആണോ? ഹാപ്പിയാണോ ടാനി? അതോ പഠിച്ചു ആളില്ല. ഓ ഡാനി വേഗം പോയി ചോക്ലേറ്റ് വാങ്ങിച്ചോ. ഓ ഡാനി ബക്കറ്റ് കാണിച്ചു കൊടുത്തേ. ബക്കറ്റ് കൊടുക്ക്. ബക്കറ്റ് ബക്കറ്റ്. താങ്ക് യു. ഇവിടല്ലേ അടുത്ത വീട്ടിൽ പോവാ ടാനി. ടാനിക്ക് കിട്ടി. ടാനിക്ക് ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അവന് ഇഷ്ടം എന്തായാലും ചോക്ലേറ്റ്സ് അല്ലേ കിട്ടുന്നത്. താങ്ക് യു പറഞ്ഞു ടാനി. പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഞാൻ കേട്ടല്ലോ. ഒരു ലൈറ്റ് ഇട്ട് നിന്നല്ലേ. മെല്ലെ പോയാലും മതി ട്ടാ, ഓടണ്ട. ഓ വെച്ചിട്ടുണ്ടോ ടാനി? അവിടെ ട്രിക്ക് ഓർ ട്രീറ്റ് സമയം ടാനി. ടാനിക്ക് എടുക്കാൻ പറ്റുമോ ഗ്ലൗസ്? പിക്ക് ഓൺലി വൺ. ഓ അതാ പംകിൻ കണ്ടിട്ടാണ്. അയ്യോ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നില്ലേ. Thank you for it, Annie. Oh, you want some now? Oh, you already came up. Thank you. Go. You're welcome. Destination 18 decide right. Destination 18 decide right. There you go. And hang on. Oh, you already had yours? Oh, you're not a scroll. For that, you're not sure. Thank you. Semi. Ven poco. Ayo Danny. Okay, this one. Thank you.
മെല്ലെ മെല്ലെ പോട്ടോ, മെല്ലെ വാക്കേ. ട്രിക്ക് ഓർ ട്രീറ്റ് ഉണ്ട് സെമിയ. ഓ ടാനി ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോ? പക്ഷെ അവന് ഫുള്ള് കവർ ചെയ്തു. കഴുത്തിൽ ആ സാധനം എടുത്തത് നന്നായില്ലേ? അത് ഓടുന്നു. ടാനി പോയേ? ഹായ് പറഞ്ഞേ. ഓ say thank you. Come. Thank you. Outside light ഉണ്ട്. ആ ഓക്കെ ഉണ്ട്. ഒന്നെടുത്തോ ടാനി, ഓൺലി വൺ. ഓക്കെ. ആ ഗുഡ് ബോയ്. സ്കിറ്റീസ് അവന് ഇഷ്ടമുള്ള തന്നെ എടുത്തല്ലോ. ചുമ ഉണ്ടല്ലോ മുട്ടേ. പണിയാവോ? കാറ് കാറ് കാറ്. ടാനി മെല്ലെ പോയാ മതിയേ. നല്ല കാറ്റാണല്ലോ. മെറി അവരെ കൂടെ എത്താൻ പറ്റണില്ല ഞങ്ങക്ക്. സാന്റാക്ലോസോ? ക്രിസ്മസ് ആയോ? സാന്റപ്പ ഉണ്ട്. സാന്റപ്പ. ഹായ്. താങ്ക് യു. അവന് കിട്ടി കഴിഞ്ഞിട്ടാ ട്രിക്ക് ഓർ ട്രീറ്റ് പറയുന്നേ. ആദ്യം പറയണം കേട്ടോ. മിഠായി തരുന്ന മുന്നേ പറയണം. ഫസ്റ്റ് പറയണം ട്രിക്ക് ഓർ ട്രീറ്റ് കേട്ടോ. പണിയാവുന്ന തോന്നണത്. അവനതുപോലെ എത്താൻ പറ്റുന്നില്ല അവരുടെ കൂടെ. മമ്മ ഉണ്ട് കേട്ടോ. അവിടെ പോയിട്ട് ഒന്ന് എടുത്താൽ മതി കേട്ടോ. ടേക്ക് വൺ. ഓക്കെ ഓക്കെ. എടുത്തോ ടാൻ എടുത്തോ. ഓക്കെ ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യോ ടാനി. ടാനി വാ. ഓക്കെ കം വാ. മമ്മ പിടിക്കാം. മമ്മയുടെ കൈ പിടിക്കോ പ്ലീസ്. താങ്ക് യു. താങ്ക് യു. ആ ട്രിക്ക് ഓർ ട്രീറ്റ് ആദ്യം പറയണം. മിഠായി കിട്ടണ മുന്നേ പറയണം. ഓക്കെ മെറി ടാനി ലാസ്റ്റ് ആണ് താങ്ക് യു പറയണ പോലെ ട്രിക്ക് ഓർ ട്രീറ്റ് ഫസ്റ്റ് പറയണം കേട്ടോ. ഓക്കെ പറയണ്ട്. ചുമ മാറുന്നില്ല റോപ്പേ. വാ നമുക്ക് വേഗം കഴിഞ്ഞിട്ട് പോവാട്ടോ. Good night. Thank you. ഈ സാധനം എടുത്തില്ലേ പെട്ടാനാ കഴുത്തിട്ട്.
You're welcome. No, that is, it's like you make your own monster. It's a craft kit. യെല്ലോ യെല്ലോ Yellow, എടുത്തോ. yellow, yellow. Ah, yes. എടുക്കാൻ പറ്റില്ല, എടുത്തോട്ടോ. ഇല്ല, മാമ എടുത്തരാം. താങ്ക് യു. ഷൈമ ഇവിടെ ഇവിടെ. അത് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടമായി, ലൈറ്റ് കണ്ടിട്ട്. താങ്ക് യു. ഇഷ്ടമാണ്. കൊറേ കിട്ടിയോ? സൂപ്പർ ആണല്ലോ. ടാനിന് ബക്കറ്റ് വേണോ? അതിന് ബക്കറ്റ് കൊടുക്കൂ. ടാനിക്ക് കൊറേ കിട്ടിയിട്ടുണ്ടല്ലോ. മാമന്റെ പോക്കറ്റിൽ നിന്നുള്ളത് തരാം. അവിടെ ഇടണ്ട. ജസ്റ്റ് ഒന്ന് വാ വാ വാ. ടാനിയുടെ ബക്കറ്റ് എടുത്തേ. വാ കേറ് കേറ് കേറ്. ആ പോവാ. എന്താണ്? ആ ടാനിന്റെ, അയ്യോ ടാനിന്റെ ജാക്കറ്റ്. ആ കേറും കേറും കേറും. നീ കേറിക്കോ. കേറില്ല. ഓക്കെ, ഞങ്ങൾ വന്നേ. വാമി ചേച്ചി ഹൗസ് കിട്ടിയോ? ഒന്ന് ഇങ്ങോട്ട് നോക്കുവോ? ഇഷ്ടായ? എന്താ ഇഷ്ടപ്പെട്ടെ ടാനി? ബക്കറ്റ് നിറഞ്ഞപ്പോഴേ ഞങ്ങള് പോക്കറ്റിലിട്ടു. എന്റെ പോക്കറ്റിലുണ്ട്. ഇന്ന് എല്ലാവരെക്കാളും കൂടുതൽ ടാനി ആയിരിക്കും കേട്ടോ എൻജോയ് ചെയ്തിട്ടുണ്ടാവുക. അവന് കുറേ ചോക്ലേറ്റ്സ് കിട്ടിയോണ്ട് അവൻ ഭയങ്കര ഹാപ്പിയാണ്. വീട്ടിൽ പോകണ്ടെന്ന് പറഞ്ഞിരിക്കട്ടോ ആള്. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴി ഇവിടെ ഈ ഒരു സ്ട്രീറ്റിൽ അവരിങ്ങനെ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഹാലോവിൻ്റെ ഫുൾ ആയിട്ട്. ഇവിടെ ക്രിസ്മസിനും ഈ ഒരു സ്ട്രീറ്റ് നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും ഇനി നേരെ വീട്ടിൽ പോവുകയാണ്. പ്രത്യേകിച്ച് ഇനി വേറെ ഒന്നും വീഡിയോയിലില്ല, കാര്യമായിട്ടൊരു കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞങ്ങൾ ഇന്നത്തെ ഒരു ഈവനിങ് വ്ളോഗായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.